കാലമായി കണ്ടിട്ട്. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ തിരക്കൊക്കെ? തെരഞ്ഞെടുപ്പിന്റെ ഇങ്ങനെ വീഡിയോകളൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ശരി. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാര് ഒക്കെ പ്രഖ്യാപിക്കും, ഒരു സംശയവും വേണ്ട. നമ്മളിപ്പോ മാർച്ച് മാസമായി കഴിഞ്ഞാൽ അങ്ങ് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്കായി. അഭിലാഷ് ഓൾറെഡി തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിലായല്ലോ അല്ലേ? എംപിമാരെ കണ്ടുമുട്ടിയും അവരുമായി കോഫി കുടിച്ചും കുറച്ച് നാളായിട്ട് ഇങ്ങനെ തുടങ്ങിയതല്ലേ. എന്തൊക്കെയാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ വർത്തമാനങ്ങൾ? എല്ലാ വർത്താനവും പറയും. ഇരിക്കും, ഇവിടുത്തെ സുരേഷിന്റെ ഗ്യാരണ്ടി നല്ല ചായ ഇരിക്കും. അപ്പൊ ഒരു കട്ടനാവാം. എറണാകുളത്തെ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു. ഏതാണ്ട് ചിത്രം തെളിഞ്ഞു വരുന്നു. ഇപ്പൊ എറണാകുളം നമുക്കറിയാം കേരളത്തിലെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്, ഏറ്റവും വലിയ നഗര മണ്ഡലമാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഒരു ടിപ്പിക്കൽ കോൺഗ്രസ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് എറണാകുളം. അപ്പോൾ അവിടെ ഞാൻ പ്രത്യേകിച്ച് സർപ്രൈസ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ CPM-ന്റെ സ്ഥാനാർത്ഥി കുറച്ച് സർപ്രൈസ് ആണെന്ന് തോന്നുന്നു. ഇതുവരെയുള്ള വിവരം അനുസരിച്ച് CPM ഒരു പുതുമുഖത്തെ, അതും ഒരു സ്കൂൾ ടീച്ചറെ, KST നേതാവിനെ, ഷൈൻ ടീച്ചറെ മത്സരിപ്പിക്കാൻ ഒരുങ്ങാണ്. ആ അർത്ഥത്തിൽ നോക്കിയാൽ ഒരു സർപ്രൈസ്. പക്ഷേ ആ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് പല തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ 2009 മുതലാണ് ഇപ്പോഴത്തെ അതിർത്തികളോടുകൂടിയ ഈ മണ്ഡലം നിലവിൽ വന്നത്. അതിനുശേഷം UDF മാത്രമേ ജയിച്ചിട്ടുള്ളൂ. UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. KV തോമസ് ജയിച്ചു, പിന്നെ ഹൈബി കഴിഞ്ഞ തവണ ജയിച്ചു. കഴിഞ്ഞ തവണ ഏതാണ്ട് 1.25 ലക്ഷം വോട്ടിനാണ് P രാജീവിനെ പരാജയപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ CPM നിർത്തുന്നു. ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ എന്ന് പറഞ്ഞാൽ ഈ യുവാക്കളുടെയും അതുപോലെ തന്നെ നഗരത്തിലുള്ള ആളുകളുടെയും ഒക്കെ വോട്ട് സമാഹരിക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും ഇത്രയും വലിയ വിജയമാണ് UDF-ന് കിട്ടിയത്. ഒന്ന് കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയായിരുന്നു. രണ്ട്, ഇതൊരു ടിപ്പിക്കൽ UDF കോൺസ്റ്റിറ്റ്യുവൻസി ആണ്. കാര്യമുണ്ട് അഭിലാഷ്, അതായത് ഈ കോൺഗ്രസിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ അന്തർധാര, അടിയൊഴുക്കുകൾ, ഇമാതിരി സാധനങ്ങളൊക്കെ കോൺഗ്രസിന് മോശമായിട്ട് വരില്ലേ എന്നുള്ളൊരു സംസാരം ഇങ്ങനെ ഉണ്ട്. അത് പണ്ട് അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പഴയ എറണാകുളത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്. ഇപ്പോൾ അങ്ങനെ വലിയ തോതിലുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കോൺഗ്രസിനകത്തില്ലല്ലോ. നമ്മൾ ഈ എറണാകുളം മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ LDF വിജയിച്ചിട്ടുള്ള അപൂർവം ചില സന്ദർഭങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ സെബാസ്റ്റ്യൻ പോളാണ് ഇവിടെ LDF-ന് വേണ്ടി സ്വതന്ത്രനായിട്ടും പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടും ജയിച്ചിട്ടുള്ളത്. പക്ഷേ സെബാസ്റ്റ്യൻ പോൾ ജയിച്ചിട്ടുള്ള 3 സന്ദർഭങ്ങളിലും കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ, അന്ന് I ഗ്രൂപ്പിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് എറണാകുളമാണ്. I ഗ്രൂപ്പിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് എറണാകുളം. അപ്പോൾ ആ എറണാകുളത്തെ തെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ പോൾ അന്ന് TV ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അന്ന് പുള്ളി ഒരു ടെലിവിഷൻ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട് താനും. അന്ന് TV ചിഹ്നത്തിലാണ്, ടെലിവിഷൻ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അന്ന് വോട്ടെടുപ്പ് ദിവസം KK കരുണാകരൻ പറയുന്നുണ്ട്, TV ഞാൻ കാണാറുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നൊക്കെ. എന്ന് പറഞ്ഞാൽ അണികളോട് നിങ്ങൾ സെബാസ്റ്റ്യൻ പോളിന് വോട്ട് ചെയ്യൂ എന്ന് സന്ദേശം കൊടുക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. 2004 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ പോലും ജയിച്ചില്ല. ആ തെരഞ്ഞെടുപ്പിലാണ് അവസാനമായിട്ട് എറണാകുളത്ത് കോൺഗ്രസ് തോക്കുന്നത്. ഈ സമീപകാലത്ത് UDF-നെ സംബന്ധിച്ചൊരു വെല്ലുവിളി വന്നത്, അതായത് കുറഞ്ഞ ഭൂരിപക്ഷം വന്നത് എപ്പോഴാണെന്നറിയോ? സിന്ധു ജോയ് തോമസ് മാഷിനെതിരെ മത്സരിച്ചപ്പോഴാണ്. സിന്ധു ജോയ് അവസാന നിമിഷം വരെ തോമസ് മാഷിനെ ഇഞ്ചോടിഞ്ച് പിടിച്ചു. സിന്ധു ജോയ് അന്ന് SFIയുടെ നേതാവ് കഴിഞ്ഞ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമൊക്കെ ആകുന്ന ഘട്ടത്തിലാണ്. അതുപോലെ ഇത്തവണ ഒരു വനിത, അതിനുശേഷം സിന്ധു ജോയ്ക്ക് ശേഷം ഇടതു പാനലിൽ നിന്ന് മത്സരിക്കുന്ന ഒരു വനിത എന്ന പ്രത്യേകതയാണ് ഇവിടെ അതെ ഷൈനെ സംബന്ധിച്ച് ഉള്ളത്. അപ്പോൾ അത് ഇതുപോലെയൊക്കെ വരുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും LDF-നെ സംബന്ധിച്ച് സമീപകാലത്ത് പരമാവധി വോട്ട് സമാഹരിക്കാൻ അല്ലെങ്കിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം കൊടുക്കാൻ കഴിഞ്ഞത് ഒരു വനിതയ്ക്കാണ്. എറണാകുളത്തെ ഇലക്ഷൻ, പണ്ടൊക്കെ എറണാകുളത്തെ ഇലക്ഷൻ ഫലമൊക്കെയാണ് ആദ്യം വരിക, എറണാകുളവും തിരുവനന്തപുരം ഒക്കെ. നമുക്ക് എന്തായാലും കാത്തിരിക്കാം, ഇലക്ഷന്റെ റിസൾട്ട് വരട്ടെ. ഇലക്ഷൻ ഗോതയിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് നമ്മളിനി കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. അവസാനം നാട്ടുകാർ തീരുമാനിക്കും ആരാണ് വരേണ്ടത് എന്നുള്ളത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ വേറൊരു പ്രത്യേകത. നമ്മളിങ്ങനെ അവലോകനം നടത്തുന്നവരും ഈ ചൂട് പിടിക്കുന്നവരും എല്ലാം ചൂട് പിടിച്ചെങ്ങനെ ഇരിക്കും, പക്ഷെ നാട്ടുകാർ തീരുമാനിക്കും. അത്രേ ഉള്ളൂ. ചാലക്കുടി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് കലാഭവൻ മണിയാണ്. അല്ല, കലാഭവൻ മണി മാത്രമല്ല, നമ്മൾ ചാലക്കുടിയിലെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഇന്നസെന്റ് എന്ന് പറയുന്ന ആളിനെയും കൂടി ചേർത്ത് നമുക്ക് ആലോചിക്കണം. രണ്ടുപേരും ഇപ്പോ നമ്മോടൊപ്പം ഇല്ല. അങ്ങനെ ഒരു ഇന്നസെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചാലക്കുടിയുടെ പാർലമെന്റ് അംഗമായി. അദ്ദേഹം 2014 ജയിക്കുമ്പോൾ മണി അതിന്റെ പ്രചരണത്തിനും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതാനും. ഈ കലാഭവൻ മണി രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിയിട്ടുണ്ട് ചെറിയ തോതിലൊക്കെ നാട്ടിലൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ചാലക്കുടി ഈ പറഞ്ഞതുപോലെ ഒരുപാട് തരത്തിലെ ഒരു 50-50 സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടെ ഇല്ലേ ഈ ചാലക്കുടി? 2009 ഇന്നത്തെ രൂപത്തിൽ, അതായത് ചാലക്കുടി എന്ന പേരിൽ മണ്ഡലം രൂപം കൊള്ളുന്നത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുന്നു. 2014 തെരഞ്ഞെടുപ്പിലാണ്
ഇന്നസെന്റ് അവിടെ വിജയക്കൊടി പാറിക്കുന്നത്. അതിലിപ്പോൾ ഇന്നസെന്റിന്റെ സ്വീകാര്യത എന്നുള്ളത് പോലെ ഉണ്ടായ ഒരു ഘടകം കോൺഗ്രസ് വലിയൊരു വെച്ചുമാറ്റം 2014 നടത്തി. തൃശ്ശൂരിന്റെ MP ആയിരുന്ന PC ചാക്കോ ചാലക്കുടിയിലേക്ക് വന്നു. ചാലക്കുടിയുടെ MP ആയിരുന്ന KP ധനപാലൻ തൃശ്ശൂരിലേക്ക് പോയി. അന്ന് ചാക്കോയ്ക്ക് ദേശീയ നേതൃത്വത്തിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. ശരിക്കും കോൺഗ്രസ് 2 സീറ്റ് അങ്ങനെ തുലച്ചു കളഞ്ഞതാണ് ആ 2014 തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ LDF ജയിച്ചു, CN ജയദേവൻ ജയിച്ചു, ചാലക്കുടിയിൽ ഇന്നസെന്റും ജയിച്ചു. അതിനുശേഷം പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 അത് UDF തിരിച്ചു പിടിച്ചു. ഇന്നസെന്റ് തന്നെയാണ് മത്സരിച്ചത്. പക്ഷേ വളരെ വലിയ ആധികാരികമായ വിജയത്തോടു കൂടി ബെന്നി ബെഹന്നാൻ UDFന് വേണ്ടി തിരിച്ചു പിടിച്ചത്. നമ്മൾ ഈ പണ്ട് പഴയ മുകുന്ദപുരത്തിന്റെ കുറേ ഭാഗങ്ങൾ ഈ ചാലക്കുടിയിലുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുകുന്ദപുരം ശരിക്കും ഒരു UDF കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു. പക്ഷേ ആ മുകുന്ദപുരത്ത് 1 ലക്ഷം വോട്ടിന് UDF തോറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ എറണാകുളത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ UDFിൽ കോൺഗ്രസിൽ വലിയ അടിയൊഴുക്കുകൾ ഉണ്ടായിരുന്ന കാലത്ത് K കരുണാകരന്റെ മകൾ പത്മജ അവിടെ ലോനപ്പൻ നമ്പാറിനോട് മുകുന്ദപുരത്ത് 2004 തോറ്റത് ഞാൻ ഓർക്കുന്നുണ്ട്. വലിയ ക്ഷീണമായിരുന്നു കോൺഗ്രസിനത്. അതിനുശേഷമാണ് പിന്നെ ഡീലിമിറ്റേഷൻ ഒക്കെ നടന്ന് മുകുന്ദപുരം ഇല്ലാതെയായി. ചാലക്കുടി ചായ കുടിക്കാം. അഭിലാഷ, തൃശ്ശൂര് BJP പറഞ്ഞ പോലെ ഒരു കളിയൊക്കെ കളിക്കുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു അലയൊലികൾ ചാലക്കുടിയിലേക്കും ഒക്കെ വരാൻ സാധ്യതയില്ലേ? അപ്പോൾ BJPയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാൻഡിഡേറ്റിന് അത്ര ശക്തനായ ഒരാളെ ഇറക്കേണ്ട ഒരു ആവശ്യം അവർക്ക് നിലനിൽക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം. അല്ല, എന്താ വെച്ചാലേ ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിൽ നിന്നുള്ള നിയമസഭാ മണ്ഡലങ്ങളും ചേർന്ന ഒരു മണ്ഡലമാണ് ചാലക്കുടി. എറണാകുളത്ത് അങ്കമാലി, ആലുവ അടക്കമുള്ള പ്രബലമായ UDF കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ BJPക്ക് തൃശ്ശൂർ പോലെ അതുപോലെ അങ്ങ് വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന മണ്ഡലമല്ല. അവർ B ഗോപാലകൃഷ്ണനെ ചാലക്കുടി മത്സരിപ്പിച്ചിട്ടുണ്ട്, AN രാധാകൃഷ്ണനെ മത്സരിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള അതുപോലെ ഒരു ഫിഗർ ആയിരിക്കും ഇത്തവണയും മത്സരിക്കാൻ വരിക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു 1.5 ലക്ഷം വോട്ട്, ഇപ്പോൾ ANR ആണെങ്കിൽ പോലും ഒരു 1.5 ലക്ഷം വോട്ടിനപ്പുറത്തേക്ക് BJP ചാലക്കുടിയിൽ പോകാൻ സാധ്യതയില്ല. ഇടതുപക്ഷത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഇടതുപക്ഷം ഇതൊരു തീർച്ചയായിട്ടും ഇതൊരു പരമ്പരാഗത UDF മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാവുന്ന മണ്ഡലമാണ് ചാലക്കുടി. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചും ഒന്ന് പയറ്റി നോക്കാൻ കഴിയുന്ന മണ്ഡലമാണെന്ന് ഇന്നസെന്റ് തെളിയിച്ചിട്ടുണ്ട്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും എതിർപക്ഷത്തെ സാഹചര്യവും അതിന് കാരണമാണെങ്കിൽ പോലും ജയിക്കാവുന്ന മണ്ഡലമാണ് ചാലക്കുടി എന്ന് ഇന്നസെന്റ് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ അവര് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് C രവീന്ദ്രനാഥിനെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അന്തിമ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂവെങ്കിലും രവീന്ദ്രനാഥ് മാഷ് തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല മത്സരം. ഇപ്പൊ രവീന്ദ്രനാഥ് മാഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അധ്യാപക സംഘടനാ നേതൃത്വത്തിൽ നിന്ന് പുതുക്കാട് MLA ആയിട്ട് അദ്ദേഹം നന്നായി പെർഫോം ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം 1ാം പിണറായി സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായത്. 1ാം പിണറായി സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായി. അതിനുശേഷം പാർട്ടിയിലെ ടേം വ്യവസ്ഥ അനുസരിച്ച് ഇത്തവണ മത്സരിച്ചില്ല. അതേസമയം പാർലമെന്റിലേക്ക് അദ്ദേഹം അടുത്ത അംഗത്തിന് തയ്യാറെടുക്കുന്നു. ആ മേഖലയിലുള്ള ജനകീയത, അപ്പൊ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലായാലും അദ്ദേഹം ഈ നിയമസഭാ അംഗമായിരുന്ന പുതുക്കാടായിരുന്നു അദ്ദേഹം MLA ആയിരുന്നത്. എന്തായാലും ഇപ്പോൾ ചാലക്കുടിയിലേക്ക് ഒരു അംഗത്തിന് പരീക്ഷിക്കാൻ വേണ്ടി വളരെ സൗമ്യനായ മുഖമാണ് ബെന്നി ബെഹന്നാനും. നമുക്ക് ഏതാണ്ട് ബെന്നി ബെഹന്നാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ച ആളാണ്. രണ്ടുപേരും സൗമ്യനാണ്. അതുകൊണ്ട് പോരാട്ടവും സൗമ്യമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ വീറിനും വാശിക്കൊന്നും ഒരു കുറവുണ്ടാവില്ല. എന്തായാലും രാഷ്ട്രീയ പോരാട്ടത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല. 2 കൂട്ടരും തുല്യമായി തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഒരു നല്ല വടംവലി, അതായത് നല്ല ഫൈറ്റ് നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയം കൂടി അന്തിമ രൂപമാകുമ്പോൾ എന്തായാലും ബെന്നി ബെഹന്നാൻ തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥി. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മറുവശത്ത് C രവീന്ദ്രനാഥ് കൂടി വരുമ്പോൾ എന്തായാലും ഒരു നല്ല മത്സരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. BJPയിൽ നിന്ന് AN രാധാകൃഷ്ണനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് AN രാധാകൃഷ്ണനെയാണ്. അങ്ങനെയാണെങ്കിൽ 3 പ്രധാനപ്പെട്ട നേതാക്കളുടെ പോരാട്ടം. അപ്പോഴും ഞാൻ UDF എന്താ പറയാ, UDFന് ഒരു എഡ്ജുള്ള മണ്ഡലം ആയിട്ടാണ് ഞാൻ ചാലക്കുടിയെ കാണുന്നത്. കേരളത്തിലെ എന്റെ അമ്മമാരെ ഈ സഫലത कैसे मिली? മോദിയുടെ ഗ്യാരണ്ടി. എന്താണ് ഭയോം ഓർ ബഹനോം നോട്ട് വല്ലോ നിരോധിക്കാൻ പോകണോ? അതല്ല, ഈ പറയുന്ന കാര്യമൊക്കെ തൃശ്ശൂരിലല്ലോ നടക്കൂ. തൃശ്ശൂരിന്റെ കാര്യമാണോ? തൃശ്ശൂരിൽ എന്ത് നടക്കും എന്നുള്ളത് ഇപ്പൊ തൃശ്ശൂരുകാർ തീരുമാനിക്കേണ്ടി വരും. അതാണ് തൃശ്ശൂരിന്റെ അവസ്ഥ. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂരിൽ മറ്റേ അട്ടിമറി വിജയത്തിനുള്ള സാധ്യത പ്രഖ്യാപിച്ചാണല്ലോ നരേന്ദ്രമോദി എന്നെ നേരിട്ട് വന്ന് സുരേഷ് ഗോപിക്ക് വേണ്ട എല്ലാ ഇടവും ഒരുക്കി കൊടുത്ത് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ തൃശ്ശൂർ 7 നിയമസഭാ മണ്ഡലങ്ങൾ തൃശ്ശൂർ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലുണ്ട്. ഈ തൃശ്ശൂരിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും LDFന്റെ കയ്യിലാണ്. അപ്പോൾ നോക്കൂ, UDF ആണ് അവിടുത്തെ സിറ്റിംഗ് MP. TN പ്രതാപനാണ് അവിടുത്തെ സിറ്റിംഗ് MP. കഴിഞ്ഞ വർഷത്തെ നില പരിശോധിച്ചാൽ UDF, LDF, BJP എന്നുള്ളതാണ്.
ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നില പരിശോധിച്ചാൽ LDF, UDF, BJP എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂന്നാം സ്ഥാനത്തുള്ള BJP ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നുള്ളത് ഈ പറയുന്നത് പോലെ പറയാമെന്നല്ലാതെ എളുപ്പമുള്ള കാര്യമല്ല. കുറച്ച് ഈ ഭക്തിപരമായ കാര്യങ്ങളിൽ മുന്നേ നിൽക്കുന്ന കുറച്ച് ജനങ്ങളെ കയ്യിലെടുക്കാനൊക്കെ ഈ BJPക്ക് ആ ഭാഗങ്ങളിൽ കഴിഞ്ഞിട്ടില്ലേ? അല്ല, കഴിഞ്ഞ തവണ ശബരിമല പ്രക്ഷോഭം കത്തിക്കാതെ നിന്ന സമയത്താണ് BJP മൂന്നാം സ്ഥാനത്ത് പോയത്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് 2021. അപ്പോൾ തൃശ്ശൂർ മണ്ഡലം, നിയമസഭാ മണ്ഡലം, തൃശ്ശൂർ മണ്ഡലത്തിൽ ഞാൻ ചെല്ലുമ്പോൾ സുരേഷ് ഗോപി മത്സരിക്കുന്നു, പത്മജ മത്സരിക്കുന്നു, P. ബാലചന്ദ്രൻ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ ഇത് സുരേഷ് ഗോപിയും പത്മജയും തമ്മിലുള്ള മത്സരമാണ് എന്നുള്ളതാണ് പണ്ഡിതരൊക്കെ പറയുന്നത്. CPI സുനിൽകുമാറിനെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ടൈറ്റായ മത്സരം നടക്കുമായിരുന്നു. ഇതിപ്പോൾ സുരേഷ് ഗോപിയും പത്മജയും തമ്മിൽ മത്സരം നടന്നിട്ട് P. ബാലചന്ദ്രന് കിട്ടേണ്ട കുറച്ച് വോട്ട് കൂടി പത്മജയ്ക്ക് വന്നിട്ട് പത്മജ ജയിക്കാനാണ് സാധ്യത. ഇങ്ങനെയായിരുന്നു പൊതുവെയുള്ള സംസാരം. പക്ഷേ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ അവിടെ ബാൽസി MLA ആയതാണ് നമ്മൾ കണ്ടത്. സുരേഷ് ഗോപി വീണ്ടും മൂന്നാം സ്ഥാനത്തായി. അപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ എല്ലാ കാലത്തും അവിടെ ഉണ്ട്. ഹൃദയം കൊണ്ട് ആവശ്യപ്പെടുന്നു, തൃശ്ശൂർക്കാരെ നിങ്ങൾ എനിക്ക് തരണം. അഭിലാഷേ, ഈ നമ്മുടെ അരി വിതരണമൊക്കെ നടക്കുകയാണ് BJPയുടെ ഭാരത് ഭാരതരി. അപ്പൊ ഈ ഭാരത് റൈസിന്റെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, ഈ രാഷ്ട്രീയത്തിനിടയ്ക്ക് അരി വിതരണം ചെയ്യാൻ ഒരു രാഷ്ട്രീയം നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ചെറിയൊരു ഭയമൊക്കെ എവിടെ ഉള്ളിൽ തട്ടിയിട്ടുണ്ടെന്നല്ലേ? അല്ല, ഏത് അരിയാണ് അവിടെ വേവുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വേണമെങ്കിൽ മോത്തി കഴിഞ്ഞ തവണത്തെ റിസൾട്ട് ഒന്ന് നോക്കിക്കോളൂ, എന്താണ് പൊസിഷൻ എന്നുള്ളത് നമുക്കിതാ ഇപ്പോൾ കാണാമല്ലോ. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് മോത്തി. എന്താ വെച്ച് കഴിഞ്ഞാൽ BJPക്ക് നോക്കൂ, 2,93,000 വോട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിന് തൊട്ട് മുമ്പ് KP ശ്രീശനാണ് BJP സ്ഥാനാർത്ഥിയിൽ മത്സരിച്ചത്. അദ്ദേഹത്തിന് 1,02,000 വോട്ടാണ് കിട്ടിയത്. അപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാൻ വന്നപ്പോൾ ആ വോട്ട് ഇരട്ടിയാവുകയല്ല, ഓൾമോസ്റ്റ് 3 times വർദ്ധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1,02,000 നിന്ന് 2,93,000 ആക്കി വർദ്ധിപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിന് അപ്പുറത്ത് ഇപ്പോഴും പക്ഷേ വിജയത്തിലേക്ക് എത്ര ഗ്യാപ്പ് ഉണ്ട്? 1,00,000 വോട്ടിന്, ഏതാണ്ട് 93,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ TN പ്രതാപന് കിട്ടിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ BJP അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയത്തിനൊരു 1,00,000 വോട്ട് പിറകിൽ നിൽക്കുകയാണ്. ഈ 1,00,000 ഭാരതരി കൊടുത്തിട്ടായാലും അല്ലെങ്കിൽ എന്താ മാതാവിന് പൊൻകിരീടം കൊടുത്തിട്ടായാലും ഭാരതരി കൊടുത്തിട്ടായാലും ജനങ്ങൾക്ക് കൈനീട്ടം കൊടുത്തിട്ടായാലും മോദിയെ വരുത്തിച്ചിട്ടായാലും ഈ 1,00,000 വോട്ടിന്റെ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ടാസ്ക്. അത് അത്ര എളുപ്പമല്ല ഞാൻ വിചാരിക്കുന്നില്ല. പ്രധാനമന്ത്രിയും UDF തമ്മിലാണ് തൃശ്ശൂരിലെ മത്സരം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഒരു തരത്തിലുമുള്ള ആശങ്കയില്ല. TN പ്രതാപൻ ഒരിടയ്ക്ക് ഞാനും BJPയും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞു, പിന്നെ മാറ്റി പറഞ്ഞു ഞാനും LDF തമ്മിലാണ്, UDF LDF തമ്മിലാണ് മത്സരം. ഇത്രയും കാടിളക്കിയാണ് BJP തൃശ്ശൂരിന് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ റിയാക്ഷൻ അപ്പുറത്തൊന്നും വരുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് സ്ഥാനാർത്ഥികൾ ആര് എന്ന് അറിയാൻ വലിയ ആകാംക്ഷ ഇല്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ. കാരണം സിറ്റിംഗ് MP ആയിട്ടുള്ള TN പ്രതാപനാണ് UDFന്റെ സ്ഥാനാർത്ഥി, നമുക്കതിൽ സംശയമില്ല. സുരേഷ് ഗോപിയാണ് BJPയുടെ സ്ഥാനാർത്ഥി, അതിലും സംശയമില്ല. VS സുനിൽകുമാറിന്റെ പേരാണ് ഇപ്പോൾ തൃശ്ശൂരിൽ CPIക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേര് സുനിൽകുമാറിൻ്റെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ KP രാജേന്ദ്രന്റെ പേരൊക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും സുനിൽകുമാറിന്റെ പേരിലേക്ക് കേന്ദ്രീകരിക്കേണ്ടി വരും. കാരണം ഇതൊരു പ്രസ്റ്റീജ് ആയിട്ടുള്ള ഫൈറ്റാണ്. അവിടെ നിർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് ഈ 3 സ്ഥാനാർത്ഥികളും തുല്യ ശക്തരാണെന്നുള്ളത്. എന്ന് വെച്ചാൽ സ്വന്തം നിലയ്ക്ക് സ്വന്തമായി വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന 3 ആളുകളാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഈ പൊതുജന തൽപരനായ ഒരാൾ, ഈ ഇപ്പം അഭിനേതാവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സെലിബ്രിറ്റി എന്നതിലൊക്കെ അപ്പുറം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അമ്മാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥിതിക്ക് കുറച്ചൊരു സാധ്യത ഇല്ലേ എന്നാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സുരേഷ് ഗോപി എന്ന ഫാക്ടർ കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ശ്രീശൻ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടിന്റെ 3 ഇരട്ടി വോട്ട് തൊട്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടി. അപ്പൊ അഭിലാഷ് പറഞ്ഞ 1,00,000 ഒരു ഗ്യാപ്പ് ഇല്ലേ? ആ 1,00,000 ഗ്യാപ്പ് മറികടക്കാനുള്ള പ്രശ്നം ഒന്ന് പൊളിറ്റിക്കലി ഈ 3 കക്ഷികൾക്കും കിട്ടുന്ന പാനൽ വോട്ടുകളുണ്ട്. LDFനും UDFനും BJPക്കും അവരുടേതായ വോട്ടുകളുള്ള ഇടാണ്. ആ വോട്ട് മാറില്ല. പിന്നെ ഈ പറഞ്ഞ സ്വിംഗ് വോട്ടുകളെ ആര് സ്വാധീനിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഈ പറഞ്ഞതുപോലെയുള്ള ജീവകാരുണ്യ മേഖലയിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഗ്ലാമറും ഒക്കെ കൊണ്ട് ഉള്ള വോട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ 2 പേർക്കും TN പ്രതാപനും അതുപോലെ തന്നെ സുനിൽകുമാറിനും അവിടെ വേറൊരു തരത്തിലുള്ള താരപരിവേഷമുണ്ട്. അവർ ജനങ്ങൾക്കിടയിൽ, തൊഴിലാളികൾക്കിടയിലും സാധാരണ ജനങ്ങൾക്കിടയിലും പ്രവർത്തിച്ചു വരുന്ന, കോളേജ് കാലം മുതൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ അവർ വിദ്യാർത്ഥികളായിരിക്കുന്നത് മുതൽ ഈ മണ്ഡലത്തിൽ
കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ജൈവബന്ധം ഉണ്ടാക്കിയിട്ടുള്ള നേതാക്കളാണ്. അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ താരപരിവേഷമുണ്ട്, ഈ പറഞ്ഞതുപോലെ എന്താ പറയുക ഹ്യൂമാനിറ്റേറിയൻ ഫേസും ഉണ്ട്. അപ്പോൾ പ്രതാപനെ സംബന്ധിച്ചാണെങ്കിലും സുനിലിനെ സംബന്ധിച്ചാണെങ്കിലും അവർക്ക് ഈ മനുഷ്യരോട് ജൈവബന്ധമുണ്ട്, അങ്ങനെ ഒരു കണക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 1 ലക്ഷത്തെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ ഗ്ലാമറിന് പറ്റില്ലെന്ന് ചോദിച്ചാൽ നമ്മുടെ പുറത്തു നിന്നുള്ള ഒരു വ്യൂവിൽ അങ്ങനെ പറ്റിയേക്കാം. പക്ഷേ അതിന് നമ്മൾ ഈ മണ്ഡലത്തിനകത്ത് നിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2 പേർ വലിയ 2 സാന്നിധ്യങ്ങളാണ്. അഭിലാഷിന്റെ അഭിപ്രായത്തിൽ അപ്പോ ആർക്കായിരിക്കും ഒരു സാധ്യതയുള്ളത് തൃശ്ശൂരിനെ സംബന്ധിച്ച്? തൃശ്ശൂര് ശക്തികളാണല്ലോ, തൃശ്ശൂര് നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആണ്. പക്ഷേ സിറ്റിംഗ് MP എന്നുള്ള നിലയിലും കൂടുതൽ വിന്നബിലിറ്റി എന്നുള്ള ഫാക്ടറിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നൊരു സാധ്യതയുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു എഡ്ജ് കാണുന്നത് UDF-നാണ്. അഭിലാഷേ, പാട്ട് പാടി പുഷ്പം പോലെ ആലത്തൂർ എടുത്തുകൊണ്ട് പോയ ആളാണ് രമ്യ ഹരിദാസ്. അതിന് നല്ല അസൂയയും കട്ടക്കലിപ്പിലുമാണ് CPM ഉള്ളത്. ആലത്തൂരിന്റെ അവസ്ഥ എന്താ? അല്ല, വലിയ അത്ഭുതമായിരുന്നു. 1.5 ലക്ഷം വോട്ടിനാണ് ആലത്തൂർ രമ്യ ജയിച്ചത്. ഈ ആലത്തൂരിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ശക്തമായ ഇടതുപക്ഷ അടിത്തറയുള്ളൊരു മണ്ഡലമാണ്. അവിടെയാണ് കോഴിക്കോട് കുന്നമംഗലത്ത് നിന്ന് രമ്യ ഹരിദാസ് എന്ന പെൺകുട്ടി വന്ന് 1.5 ലക്ഷം വോട്ടിന് ജയിക്കുന്നത്. ശരിക്കും CPM-നെ സംബന്ധിച്ച് സമീപകാലത്ത് കിട്ടിയ വലിയ ആഘാതങ്ങളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ അവിടുത്തെ ആലത്തൂരിലെ. അത് മറികടക്കാനാണ് അവർ ഇത്തവണ പരിശ്രമിക്കുന്നത്. എന്തായാലും ആലത്തൂരിനെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഇപ്പം മന്ത്രിയായിട്ടുള്ള ഈ മന്ത്രിസഭയിൽ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള രാധാകൃഷ്ണനെ തന്നെ രംഗത്തിറക്കാനുള്ള സാധ്യത പോലും ഉണ്ടെന്ന് പറയുന്നത് ഈ പറഞ്ഞ ആ അഭിമാനക്ഷതം കൂടി പരിഹരിക്കാനാണ്. പക്ഷെ അപ്പോഴും ആലത്തൂരിൽ അങ്ങനെ മന്ത്രിയെ തന്നെ ഇറക്കി, രാധാകൃഷ്ണനെ തന്നെ ഇറക്കി, അത് പിടിക്കാൻ പറ്റുമോ? CPM-ന്റെ ഒരു ഇപ്പോഴത്തെ ഒരു പരിവേഷം എന്താണ് ഈ മണ്ഡലത്തിൽ? അല്ല, ആലത്തൂരിനെ സംബന്ധിച്ച് ആലത്തൂർ പൊളിറ്റിക്കലി ഇടതുപക്ഷ അനുഭവമുള്ള മണ്ഡലമാണ്. ഇപ്പോൾ വലിയ UDF തരംഗം ഉണ്ടായ 2009 തെരഞ്ഞെടുപ്പിൽ LDF-ന് ആകെ കേരളത്തിൽ 4 സീറ്റേ കിട്ടിയുള്ളൂ. അങ്ങനെ ആ 4 സീറ്റ് കിട്ടിയ സീറ്റുകളിൽ ഒന്ന് ആലത്തൂരാണ്. അതായത് മണ്ഡലം രൂപീകൃതമായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി 2 തവണ PK ബിജു ജയിക്കുന്നു. കഴിഞ്ഞ തവണയാണ് രമ്യ ഹരിദാസ് ജയിക്കുന്നത്. അതിന് ഒന്ന് രാഷ്ട്രീയ സാഹചര്യം വലിയൊരു ഘടകമായിരുന്നു. വലിയ തോതിൽ UDF അനുകൂല വികാരം ഉണ്ടായിരുന്നു. അത് കേന്ദ്രത്തിലൊരു UPA സർക്കാർ വരുമെന്ന പ്രതീക്ഷ, ശബരിമല, ഇതൊക്കെ ചേർന്ന ഒരു UDF വികാരത്തിൻ്റെ തണലിലും PK ബിജുവിന് അവിടെ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായിരുന്നു. രമ്യ ഹരിദാസിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ച ചില പ്രസംഗങ്ങൾ LDF നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇത് ജനങ്ങൾക്കിടയിൽ ഒരു വിപ്രതിപത്തി ഉണ്ടാക്കി. ഇവിടുത്തെ സ്ഥാനാർത്ഥി എവിടെയാണ്? നമ്മുടെ ആലത്തൂരിന്റെ സ്ഥാനാർത്ഥി പെൺകുട്ടി. അവരാദ്യം വന്നിട്ട് ആരെ കണ്ടു? ഇത്തവണ അത്ര വലിയ വിജയം നേടാനുള്ള ഒരു ഘടകം അവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താ പറയുക, നമ്മളിപ്പോ അന്ന് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത്തവണ എന്താണ് LDF-ന് ഒരു ആച്ച് കിട്ടുന്നതെന്ന് കൂടെ നമ്മൾ ആലോചിക്കണമല്ലോ. ഒന്ന്, ഇപ്പോൾ രമ്യ ഹരിദാസ് എന്ന MP-യുടെ പെർഫോമൻസ് വലിയ തോതിൽ അവിടെ വിലയിരുത്തപ്പെടും. രമ്യ തുടക്കക്കാരിയായിരുന്നു. രമ്യ പെർഫോം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ്. ഇപ്പോൾ തന്നെ സിറ്റിംഗ് MP-യുടെ പെർഫോമൻസ് വലിയ ചർച്ചയാണ്. കോൺഗ്രസ് എന്തായാലും സിറ്റിംഗ് MP-മാർക്കൊക്കെ സീറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് രമ്യ തന്നെയാണ് മത്സരിപ്പിക്കുന്നത്. പാട്ട് പാടുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല 7 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു മണ്ഡലത്തെ മേച്ചുകൊണ്ട് പോകാറുണ്ട്. പിന്നെ ആലത്തൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് പകുതി തൃശ്ശൂരും പകുതി പാലക്കാടുമാണ്. ഒരറ്റത്തുനിന്ന് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെത്താൻ തന്നെ സമയം വലിയ തോതിൽ എടുക്കും. അപ്പോൾ അവിടെയൊക്കെ എത്താൻ പറ്റിയോ, എത്രമാത്രം പെർഫോം ചെയ്യാൻ കഴിഞ്ഞു രമ്യയ്ക്ക് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ CPM സ്ഥാനാർത്ഥി ആര് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ BJP-ക്ക് വലിയ സാധ്യതകൾ ഇല്ലാത്ത മണ്ഡലമാണ്. അവർക്ക് 1 ലക്ഷത്തിൽ താഴെ വോട്ടുകൾ മാത്രമുള്ള മണ്ഡലമാണ്. BDJS ഒരു പക്ഷേ മത്സരിച്ചേക്കാം. അവിടെ കഴിഞ്ഞ തവണയും ആ തരത്തിലുള്ള ഒരു പരീക്ഷണമാണ്. BJP നിലവിലെ സാഹചര്യത്തിലൊരു ഫാക്ടർ പോലും അല്ല. ഡയറക്റ്റ് ഫൈറ്റാണ്. LDF വേഴ്സസ് UDF ആണ് നടക്കുക. ആദ്യത്തവണ കേരളത്തിൽ ഇത്തവണ ഏറ്റവും ടൈറ്റായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ആലത്തൂരായിരിക്കും, ഒരു സംശയവും വേണ്ട. LDF-ല് രാധാകൃഷ്ണനെ അവിടെ ഇറക്കുക എന്ന് പറയുന്നത്, ചേലക്കരക്കാരനായ രാധാകൃഷ്ണനെ അവിടെ ഇറക്കുമ്പോൾ ഉള്ളൊരു ഒരു ജനസമ്മതിയെക്കുറിച്ചൊക്കെ LDF-ന് ഒരു ആശങ്ക ഉണ്ടാവില്ലേ എന്നുള്ളതാണ്. അല്ല, ഒന്ന് രാധാകൃഷ്ണൻ വളരെ ജനകീയനാണ്. അവിടെ ഇപ്പോൾ ചേലക്കരയിൽ ഇപ്പോൾ രാധേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരമാണ്. അപ്പോൾ ഈ ആലത്തൂർ മേഖലയാകെ തന്നെ പ്രഭാവമുള്ള നേതാവാണ് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണനാണ് CPM-ന് നിർത്താൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ഥാനാർത്ഥി. പക്ഷേ മന്ത്രിസഭയിലെ ഒരു സീനിയർ മന്ത്രിയെ കളത്തിലിറക്കി പാർലമെന്റിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവിടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, വേറൊരു മന്ത്രി, ഇങ്ങനെ 100,000 പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ K രാധാകൃഷ്ണനെ മത്സരിപ്പിക്കാൻ മാത്രം അത്ര ആ നിലയിൽ മുന്നോട്ട് പോകുമോ CPM എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പിന്നെ AK ബാലനെ പോലെയുള്ള സ്ഥാനാർത്ഥി, സീനിയർ നേതാവ് AK ബാലനെ മത്സരിക്കാം. അതുപോലെ പ്രദീപ് മുൻ MLA, അദ്ദേഹം അവിടുത്തെ സജീവ സാന്നിധ്യമാണ്. പക്ഷേ ഇത്തവണ എന്ന് വെച്ചാൽ ഈ സീറ്റുകൾ കുറച്ച് വേണമെന്നുള്ള നിർബന്ധ ബുദ്ധി ഇപ്പം CPM-ന് നിർത്താൻ കഴിയുന്ന ഏറ്റവും ജനകീയനായ സ്ഥാനാർത്ഥി K രാധാകൃഷ്ണനാണ്. അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ്റെ പേര് ഇത്രയും സജീവമായിട്ട് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും രമ്യയ്ക്ക് എന്താ പറയുക, രമ്യയെ നേരിടാൻ ഒരു മന്ത്രിയെ, അതും സീനിയർ മന്ത്രിയെ കളത്തിലിറക്കണോ എന്നൊക്കെയുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരും. CPM എടുക്കേണ്ട തീരുമാനമാണ്. എന്തായാലും മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് LDF-നെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം.
അഭിലാഷ് പറഞ്ഞ പോലെ അതിഗംഭീര ചൂടാണ് കേട്ടോ. അതിപ്പോ നമ്മൾ ആലത്തൂരിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും നമുക്ക് പാലക്കാടൻ തീക്കാറ്റെന്നൊക്കെ പറയാം. പാലക്കാടിന്റെ തൊട്ട് പ്രാന്തമാണ്, നല്ല ചൂടുള്ള സ്ഥലമാണ് ആലത്തൂർ. എന്തായാലും പോരാട്ടം കടുക്കും, നല്ലപോലെ വേർക്കും. കൂടുതൽ വേർക്കുന്നത് ആരാണെന്നുള്ളത് നമ്മൾ ഇലക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴേ അറിയാൻ കഴിയും, കണ്ടറിയണം.